സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കാണാതെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷേ അതിലെ അവസാനത്തെ 4 യാചനകൾ, നമ്മൾ പലപ്പോഴും വെറുതെ ചൊല്ലിപ്പോകുന്ന ആ വരികൾ, അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച അർത്ഥം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വെച്ച് നമുക്കിതൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. തീർച്ചയായും ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല. ഓരോ വാക്കിനു പിന്നിലും ശരിക്കും വലിയ ദൈവശാസ്ത്രമുണ്ട്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ബന്ധങ്ങളെ, ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആശയങ്ങളാണിവ. യാന്ത്രികമായി പറയുന്ന വാക്കുകൾക്കപ്പുറം ഒരു ജീവിത ശൈലിയിലേക്കുള്ള ഒരു വഴികാട്ടിയാണിത്. അതെ, ആ ഒരു വഴികാട്ടി എന്ന ആശയം എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഈ അവസാന 4 യാചനകൾ നോക്കിയാതെ ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ ചിത്രം അതിലുണ്ട്. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലേക്കും നമ്മുടെ ഉള്ളിലെ പോരാട്ടങ്ങളിലേക്കും അവസാനം തിന്മയുമായുള്ള വലിയൊരു യുദ്ധത്തിലേക്കും അത് നമ്മളെ കൊണ്ടുപോകുന്നു. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കുള്ളിൽ ഒരു വലിയ ജീവിത പാഠം. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തേത്, അന്നന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഇതിലെ ആ ഞങ്ങൾക്ക് തരണമേ എന്ന പ്രയോഗം തന്നെ എത്ര ലളിതവും മനോഹരവുമാണല്ലേ. ഒരു കൊച്ചുകുട്ടി അപ്പനോട് ചോദിക്കുന്നത് പോലെ. എല്ലാം തരുന്നവൻ ദൈവമാണെന്നൊരു പൂർണ്ണമായ വിശ്വാസം അതിലുണ്ട്. ഉണ്ട്. ആ വിശ്വാസമാണ് അതിൻ്റെ അടിത്തറ. ദൈവം നല്ലവരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവിടുത്തെ കരുണയെയും പരിപാലനയും നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അതിലെ ഞങ്ങൾ എന്ന വാക്ക് ശ്രദ്ധിച്ചോ? അതൊരു ഉടമ്പടിയുടെ ഭാഷയാണ്. ഞങ്ങൾ അങ്ങയുടേതാണ്, അങ്ങ് ഞങ്ങളുടേതും എന്ന് പറയുന്നത് പോലെ. ആ ഞങ്ങൾ എന്നത് ഞാനും നിങ്ങളും മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുമാണ്. പട്ടിണി കിടക്കുന്ന ആഫ്രിക്കയിലൊരു കുട്ടിക്ക് വേണ്ടിയും തൊഴിലില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ അയൽക്കാരനു വേണ്ടിയും നമ്മൾ ഒരേ സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ആഹാരം എന്ന് പറയുമ്പോൾ അത് വെറും എൻ്റെ വയറ് നിറയാനുള്ള ഭക്ഷണം മാത്രമല്ല, എല്ലാവർക്കുമുള്ള ഭക്ഷണമാണ്. ശരിയാണ്. അതോടൊപ്പം ജീവിതത്തിന് ആവശ്യമായ മറ്റെല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടാകുമല്ലോ അല്ലേ? ഭൗതികവും ആത്മീയവുമായ എല്ലാം. തീർച്ചയായും. നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ യേശു പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊരിക്കലും നമ്മളെ മടിയന്മാരാക്കാനല്ല, മറിച്ച് അനാവശ്യമായ ഭാരങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കാനാണ്. എന്നാൽ ഇതിന് സാമൂഹ്യമായ വലിയൊരു മാനം കൂടിയുണ്ട്. മതബോധന ഗ്രന്ഥം ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയെക്കുറിച്ചും അവസാന വിധിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആഹാരം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പട്ടിണി കിടക്കുന്ന സഹോദരനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. നമ്മൾ ചോദിക്കുന്ന ഈ അപ്പം പലർക്കുമുള്ള ഒരേ അപ്പം എന്ന പങ്കുവയ്ക്കതിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. വാ, ആ ഒരു കണക്ഷൻ ഗംഭീരമാണ്. ഭൗതികമായ വിശപ്പും ആത്മീയമായ വിശപ്പും ഒരുമിച്ചു വരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന വചനം ഓർമ്മ വരുന്നു. ദൈവവചനമാകുന്ന ആഹാരം, വിശുദ്ധ കുർബാനയാകുന്ന ആഹാരം, അതാണ് ഈ യാചനയുടെ ഏറ്റവും ക്രിസ്തീയമായ അർത്ഥമല്ലേ? അതെ. അവിടെയാണ് നമ്മൾ എപ്യൂസിയോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കിലേക്ക് വരുന്നത്. അന്നന്ന് വേണ്ട എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്ന വാക്കാണത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ പുതിയ നിയമത്തിൽ ഈ ഒരൊറ്റ സ്ഥലത്തു മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ശരിക്കും? അതെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു വാക്കോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പല തലങ്ങളുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ജീവിക്കാൻ അത്യാവശ്യമായത് എന്ന് പറയാം, ഇന്നേക്ക് വേണ്ടത്. പക്ഷേ ചില ദൈവശാസ്ത്രജ്ഞർ അതിനെ അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്നത് സൂപ്പർ എസെൻഷ്യൽ അഥവാ അതിസത്തയായ എന്നാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചോദിക്കുന്നത് വെറും സാധാരണ അപ്പമല്ല, അതിസത്തയായ അപ്പം, അതായത് ജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ ശരീരത്തെയാണ്. അതോടൊപ്പം സ്വർഗീയ വിരുന്നിന്റെ ഒരു മുന്നാസ്വാദനം കൂടിയായി അത് മാറുന്നു. സാധാരണമായ ഒരു ആവശ്യത്തിൽ നിന്ന് വളരെ ഗഹനമായ ഒരു ദൈവശാസ്ത്ര തലത്തിലേക്ക് ഈ ഒരൊറ്റ വാക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അത് ശരിക്കും ഒരു ആഹാ നിമിഷമാണ്. ഇനി അടുത്ത യാചനയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. സത്യം പറഞ്ഞ ഈ ഒരു വരി എപ്പോഴും എന്നെ അല്പം അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പോലെ, ഒരു കച്ചവടം പോലെ തോന്നാറുണ്ട്. ദൈവമേ, ഞാൻ അവനോട് ക്ഷമിക്കാം,
അപ്പോൾ നീ എന്നോടും ക്ഷമിക്കണം എന്ന് പറയുന്നത് പോലെ. അതൊരു ശരിയായ വായനയാണോ? അതൊരു സ്വാഭാവികമായ സംശയമാണ്. പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ അതൊരു കച്ചവടമല്ല, മറിച്ച് ഒരു കാരണവും അതിൻ്റെ ഫലവുമാണ്. നമുക്കിതിനെ 2 ഭാഗങ്ങളായി കാണാം. ആദ്യ ഭാഗം, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ എന്നത് ഒരു ഏറ്റുപറച്ചിലാണ്. ധൂർത്തുപുത്രൻ തിരികെ വരുന്നതുപോലെ നമ്മുടെ പാപങ്ങളെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ആ ക്ഷമ നമുക്കുറപ്പാണെന്ന് നമുക്കറിയാം. കുമ്പസാരം പോലുള്ള കൂദാശകൾ അതിൻ്റെ അടയാളങ്ങളാണ്. ശരി, ആദ്യ ഭാഗം ദൈവത്തിന്റെ കാരുണ്യത്തിലുള്ള ആശ്രയമാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം, ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ, അതാണ് പ്രശ്നം. അതെ, അതാണ് വെല്ലുവിളി. സഹോദരനോട് ക്ഷമിക്കാത്തൊരു ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഒഴുകിയെത്താൻ കഴിയില്ല. ഇതൊരു ഉപാധിയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന്, ഉറച്ച പാറ പോലുള്ളൊരു നിലത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് ഉള്ളിലേക്കിറങ്ങാതെ ഒലിച്ചു പോകും. അതുപോലെ ക്ഷമിക്കാൻ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകും. സ്നേഹത്തിനും കാരുണ്യത്തിനും പ്രവേശനമില്ലാത്ത ഒരിടമായി അത് മാറും. അപ്പോൾ ദൈവം എത്ര കരുണ ചൊരിഞ്ഞാലും അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഉപമ നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുകയാണ്, ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കാൻ പാകമാക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സിൽ നിന്നതൊന്നും മാഞ്ഞു പോകില്ല. ആ വേദനയും അവിടെ തന്നെ ഉണ്ടാകും. തീർച്ചയായും. മതബോധന ഗ്രന്ഥം പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ക്ഷമിക്കുക എന്നതിനർത്ഥം ആ സംഭവം മറക്കുക എന്നോ ആ വേദനയെ ഇല്ലാതാക്കുക എന്നോ അല്ല. അതൊരു പക്ഷേ മനുഷ്യസാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനായി നമ്മുടെ ഹൃദയം തുറന്നുകൊടുക്കുമ്പോൾ ആത്മാവിന് ആ മുറിവിനെ അനുകമ്പയാക്കി മാറ്റാൻ കഴിയും. ആ വേദനയെ മറ്റുള്ളവർക്കു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയും. ക്രിസ്തുവിൽ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അതിന്റെ ഏറ്റവും ഉയർന്ന തലം. അതിലേക്കെത്താൻ ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും പ്രാധാന്യം കൊണ്ടായിരിക്കാം സഹോദരനുമായി രമ്യതയിലാകാതെ ബലിയർപ്പിക്കാൻ വരരുത് എന്ന് യേശു പറഞ്ഞത്. കൃത്യമായി. കാരണം ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി സമാധാനത്തിലും സഹോദരസ്നേഹത്തിലും ഒന്നായിത്തീർന്നൊരു സമൂഹമാണ്. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ ക്ഷമയില്ലായ്മ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് എന്നതാണ്. അത് നമ്മളെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഈ ക്ഷമയില്ലായ്മയും ദേഷ്യവും പകയുമൊക്കെ ഒരുതരം പ്രലോഭനങ്ങളാണല്ലോ. അത് നമ്മളെ അടുത്ത യാചനയിലേക്ക് കൃത്യമായി എത്തിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പാപമോചനം ചോദിച്ചുടനെ ഇനിയൊരു പാപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള സഹായം ചോദിക്കുകയാണ്. അതെ, ഈ യാചനയുടെ പരിഭാഷയിലും ചെറിയൊരാശയക്കുഴപ്പമുണ്ട്. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് കേൾക്കുമ്പോൾ ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുമോ എന്ന് തോന്നും. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പ്രലോഭനത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ, അല്ലെങ്കിൽ പ്രലോഭനത്തിന് വഴങ്ങിപ്പോകാൻ ഇടയാക്കരുതേ എന്നാണ്. ഓക്കെ, അത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിവേകത്തിനും ശക്തിക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ? നല്ല ചോദ്യമാണ്. മതബോധന ഗ്രന്ഥം അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും വളർത്താനായി ദൈവം അനുവദിക്കുന്നവയാണ് പരീക്ഷണങ്ങൾ, അബ്രഹാമിന്റെ പരീക്ഷണം പോലെ. എന്നാൽ പാപത്തിലേക്കും മരണത്തിലേക്കും നമ്മെ നയിക്കുന്നവയാണ് പ്രലോഭനങ്ങൾ. ഇവ രണ്ടും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഒരു പ്രലോഭനമുണ്ടാകുന്നതും അതിന് നമ്മൾ സമ്മതം കൊടുക്കുന്നതും 2 കാര്യങ്ങളാണ്. പ്രലോഭനത്തിന്റെ തുടക്കം എപ്പോഴും ആകർഷകമായിരിക്കും. കണ്ണിന് കൗതുകമുള്ളതും നല്ലതുമായി തോന്നും. പക്ഷെ അതിന്റെ അവസാനം മരണമായിരിക്കും. ഇത് ഹൃദയത്തിന്റെ ഒരു തീരുമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ലെന്ന് യേശു പറയുന്നുണ്ടല്ലോ. ആത്മാവിനെയാണോ അതോ ജഡത്തെയാണോ നമ്മൾ അനുസരിക്കാൻ പോകുന്നതെന്നൊരു തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ് നമ്മൾ ഈ യാചനയിലൂടെ ചോദിക്കുന്നത്. അതെ, ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ശക്തിക്കപ്പുറം പരീക്ഷിക്കപ്പെടാൻ അവിടുന്ന് അനുവദിക്കില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതിജീവിക്കാനുള്ള വഴിയും അവിടുന്ന് ഒരുക്കിത്തരും. ആ വഴി പ്രാർത്ഥനയാണ്. യേശു തന്നെ മരുഭൂമിയിലെ പ്രലോഭനങ്ങളെയും ഗത്സമനിയിലെ അവസാന പോരാട്ടത്തെയും അതിജീവിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ ഈ യാചനയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ പോരാട്ടത്തിൽ
പങ്കുചേരുകയാണ്. അതിന് ഹൃദയവിശുദ്ധിയോടെയുള്ള ജാഗ്രത അത്യാവശ്യമാണ്. ആ ജാഗ്രതയോടെ നമ്മൾ അവസാനത്തെ യാചനയിലേക്ക് വരുന്നു. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതും യേശുവിന്റെ സ്വന്തം പ്രാർത്ഥനയുടെ ഭാഗമാണല്ലോ. അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നു, അതൊരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. സാത്താൻ, ദുഷ്ടൻ, പിശാച് ഒരു വ്യക്തിയെ തന്നെയാണോ? അതായത് തിന്മയ്ക്കൊരു മുഖമുണ്ട് എന്നാണോ? അതെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അവനെ ആദിമുതൽ കൊലപാതകിയും നുണയനും നുണയുടെ പിതാവുമാണ് എന്ന് വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിക്ക് കുറുകെ നിൽക്കുന്നവൻ എന്നാണ് ഡയബോളസ്, പിശാച് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ആ വ്യക്തിപരമായ തിന്മയുടെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ്. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും വഴി ഈ ലോകത്തിന്റെ അധികാരി പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നിട്ടും ഈ പോരാട്ടം തുടരുന്നു. അതെന്തുകൊണ്ടാണ്? വിജയം നേടിക്കഴിഞ്ഞു, പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല. ദുഷ്ടൻ ഇപ്പോൾ പുതിയ ഹവയായ മറിയത്തിന്റെ സന്തതികളിൽ ശേഷിക്കുന്നവരുമായി, അതായത് നമ്മളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സഭ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുവേ വരണമേ എന്ന്. അവിടുത്തെ രണ്ടാമത്തെ വരവ് നമ്മളെ ദുഷ്ടനിൽ നിന്നും അവന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കും. അപ്പോൾ ദുഷ്ടനിൽ നിന്നുള്ള മോചനമെന്ന് പറയുമ്പോൾ അവൻ കാരണക്കാരനായ എല്ലാ തിന്മകളിൽ നിന്നും, അതായത് ലോകമിന്ന് അനുഭവിക്കുന്ന യുദ്ധങ്ങൾ, അനീതികൾ, രോഗങ്ങൾ, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ, ഇവയിൽ നിന്നെല്ലാമുള്ള മോചനമാണോ നമ്മൾ യാചിക്കുന്നത്? തീർച്ചയായും. ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലുമുള്ള എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനമാണത്. ലോകത്തിന്റെ മുഴുവൻ വേദനയും നിസ്സഹായതയും നമ്മൾ പിതാവിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. സമാധാനമെന്ന വലിയ ദാനത്തിനും ക്രിസ്തുവിന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പിൽ സ്ഥിരതയോടെ നിൽക്കാനുമുള്ള കൃപയ്ക്കുമായി നമ്മൾ യാചിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ സാധാരണയായി ഒരു സ്തുതിപ്പ് ചേർക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേതാണല്ലോ. ഇത് ആദ്യത്തെ 3 യാചനകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ലേ? അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ ഹിതം നിറവേറണമേ എന്നൊക്കെ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചല്ലോ. വളരെ ശരിയാണ്. ആ പ്രാർത്ഥനയുടെ ഘടനയുടെ ഭംഗിയാണത്. ആരാധനയും കൃതജ്ഞതയും നിറഞ്ഞ ഒരു മറുപടിയാണിത്. ഈ ലോകത്തിന്റെ അധികാരിയായ സാത്താൻ വ്യാജമായി അവകാശപ്പെട്ട രാജ്യത്വവും ശക്തിയും മഹത്വവും യഥാർത്ഥത്തിൽ പിതാവിൻ്റെതാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അവസാനം ക്രിസ്തു ആ രാജ്യം പിതാവിന് കൈമാറുമ്പോൾ ദൈവം എല്ലാറ്റിലും എല്ലാമായിത്തീരും. അവസാനം ആമേൻ എന്ന വാക്കുകൊണ്ട് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ നോക്കൂ, വെറുതെ ഉരുവിടാനുള്ള കുറേ വാക്കുകളല്ല ഇത്. ദൈവപരിപാലനയിലുള്ള വിശ്വാസം, സഹജീവികളോടുള്ള സാമൂഹിക ഉത്തരവാദിത്വം, ഉപാധികളില്ലാത്ത ക്ഷമ, ആത്മീയമായ പോരാട്ടത്തിനുള്ള ജാഗ്രത, തിന്മയ്ക്കെതിരെയുള്ള നിലപാട്, ഇങ്ങനെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ഈ ചെറിയ പ്രാർത്ഥനയിലുള്ളത്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ പ്രാർത്ഥനയുടെ ഒരിടത്തുപോലും ഞാൻ, എനിക്ക്, എൻ്റെ എന്ന വാക്കുകളില്ല. എല്ലാം ഞങ്ങൾ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ എന്നാണ്. അടുത്ത തവണ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ തവണ ഞങ്ങൾ എന്ന് പറയുമ്പോഴും അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെ, ലോകത്തിന്റെ മറ്റേതോ കോണിലിരുന്ന് കഷ്ടപ്പെടുന്ന അപരിചിതരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് ബോധപൂർവം ഒന്ന് ഓർത്തുനോക്കൂ. ആ ഒരൊറ്റ ചിന്ത ഈ യാചനകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന അർത്ഥത്തെയും അനുഭവത്തെയും എങ്ങനെയാണ് മാറ്റിമറിക്കുക? ചിന്തിച്ചു നോക്കുക.